സാമൂഹ്യക്ഷേമത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് 2025ലേക്കുള്ള ഒമാന്റെ പൊതു ബജറ്റ് അവതരിപ്പിച്ചു. സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുകയെന്ന സുപ്രധാന ലക്ഷ്യത്തിലാണ് പൊതു ബജറ്റെന്ന് ധനമന്ത്രി സുൽത്താൻ സാലിം അൽ ഹബ്സി പറഞ്ഞു. എണ്ണവില ശരാശരി ബാരലിന് $60 കണക്കാക്കിയാണ് ധനകാര്യ മന്ത്രാലയം ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വർഷം ഏകദേശം 11.18 ശതകോടി റിയാൽ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. 2024 കണക്കാക്കിയ വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് 1.5% വർധനവാണ്. പൊതുകടം തിരിച്ചടവിനായി 1.834 ശതകോടി റിയാലും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സ്ഥിരമായ വിലയിൽ കുറഞ്ഞത് 3% യഥാർത്ഥ GDP വളർച്ചാ നിരക്ക് കൈവരിക്കാൻ ബജറ്റ് ലക്ഷ്യമിടുന്നു. വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രാജ്യത്തെ വിവിധ പ്രവിശ്യകൾക്ക് ആവശ്യമായ വിഭവങ്ങൾ അനുവദിക്കുന്നുണ്ട്. മൊത്തം ചെലവുകൾ 1.3% വർദ്ധിച്ച് 11.8 ശതകോടി റിയാലായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആകെ വരുമാനത്തിൻ്റെ 5.5% തുല്യമായ കമ്മിയാണ് ബജറ്റ് പ്രവചിക്കുന്നത്. മൊത്തം ചെലവിൻ്റെ 42% അഥവാ 5 ദശലക്ഷം റിയാൽ സാമൂഹിക ക്ഷേമത്തിനും അവശ്യ മേഖലകൾക്കുമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 39% വിദ്യാഭ്യാസത്തിനും, 28% സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കും, 24% ആരോഗ്യരക്ഷാ മേഖലയ്ക്കും അനുവദിച്ചിട്ടുണ്ട്. പുറമെ 557 മില്യൺ റിയാൽ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് അനുവദിച്ചു. 1.14 ബില്യൺ റിയാൽ വികസന പദ്ധതികൾക്കായും നീക്കിവച്ചിട്ടുണ്ട്. വൈദ്യുതി മേഖലയ്ക്ക് 520 ശതകോടി റിയാലും, വെള്ളം മലിനജല സൗകര്യത്തിന് 194 മില്യൺ റിയാലും, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സബ്സിഡിക്കായി 35 മില്യൺ റിയാലും അനുവദിച്ചിട്ടുണ്ട്. എല്ലാ വ്യവസ്ഥകളും തയ്യാറാക്കുന്നതുവരെ രാജ്യത്തെ വ്യക്തികൾക്ക് ആദായ നികുതി ചുമത്തില്ലെന്നും ധനകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. മീഡിയ 1 മസ്കത്ത്.